ലോഗോസ് ക്വിസ് 2018 ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്വിസ് എന്ന ഖ്യാതി നേടിയ ലോഗോസ് ക്വിസിൽ ഈ വർഷം 5,46,700 മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടു മാർപ്പാപ്പയുടെ വാക്കുകളാണ്. ഒരുപാട് തിരക്കുള്ള ലോകത്തിലാണ് നമ്മൾ. ജീവിതത്തിന്റെ പ്രതിസന്ധികളും സങ്കടങ്ങളും ചോദ്യങ്ങളും നമ്മളെ കുഴയ്ക്കുമ്പോൾ ആ തിരക്കിനിടയിൽ നിങ്ങൾ ഒന്ന് നിന്ന് ദൈവവചനം കയ്യിലെടുക്കുക. നിങ്ങളുടെ കണ്ണും ഹൃദയവും അതിനോട് ചേർത്ത് വെക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം അല്ലെങ്കിൽ ആശ്വാസം ആ വചനത്തിനുള്ളിലുണ്ട്. മാർപ്പാപ്പയുടെ വാക്കുകൾ നമ്മൾക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഒരു പക്ഷേ ഈ മത്സര വിഭാഗങ്ങളിൽ ഏറ്റവും അധികം ത്യാഗവും സമയവും എടുത്ത് ഒരുങ്ങുന്ന ഒരു ഗ്രൂപ്പായിരിക്കാം ഇത്. കാരണം 22 മുതൽ 42 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികളാണ് ഇതിലെ അംഗങ്ങൾ. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ അതിലേറെ ആവേശത്തോടെ നിറഞ്ഞ കരഘോഷത്തോടുകൂടി ലോഗോസ് ക്വിസ് 2018 ഡി കാറ്റഗറിയിലെ മത്സരാർത്ഥികളെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. അജിത ബാബു ഫ്രം ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നുള്ള അജിതയെ നമുക്ക് സ്വാഗതം ചെയ്യാം. എൻ്റെ പേര് അജിത ബാബു. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്ന് വെളയനാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ബൈബിള് എപ്പോഴും വായിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിക്സൺ ഹീസ് ഫ്രം കൊല്ലം രൂപത. നമുക്ക് നിക്സനെ സ്വാഗതം ചെയ്യാം. യേശുവിൽ പ്രിയം നിറഞ്ഞവരെ, എൻ്റെ പേര് നിക്സൺ ആന്റണി. ഞാൻ കൊല്ലം രൂപതയിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് തുയ്യം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സർവീസസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഒപ്പം ഹീബ്രു ഗ്രീക്ക് ലാംഗ്വേജസ് സ്റ്റഡിയും ചെയ്യുന്നുണ്ട്. ലോഗോസ് ക്വിസിൻ്റെ ഫൈനലിൽ ഇതിനെ ആദ്യമായിട്ടാണ് മത്സരിക്കാൻ വരുന്നത്. ഗ്രൂപ്പ് ഡിയിലാണ് ഞാൻ മത്സരിക്കുന്നത്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തൃശൂർ രൂപതയിൽ നിന്നുള്ള ഷൈജിയെ നമുക്ക് വെൽക്കം ചെയ്യാം. എൻ്റെ പേര് ഷൈജി. തൃശൂർ രൂപതയിലെ വരടിയം സെന്റ് ആന്റണീസ് ചർച്ചിൽ നിന്ന് ഞാൻ വരുന്നു. ഞാൻ ഒരു വീട്ടമ്മയാണ്. 10-12 കൊല്ലമായി ഞാൻ ഈ POCയിൽ ഈ പരീക്ഷ എഴുതാൻ വരുന്നു. ഈ വചനം വായിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം ഈ ലോകത്തിന് തരാൻ പറ്റില്ല. അതിനേക്കാളും വലിയ സന്തോഷമാണ്. വചനമാകുവാനും ആ ഈശോയെ എൻ്റെ ജീവിതം കൊണ്ട് ഒരു സുവിശേഷമായി തീരുവാനാണ് എൻ്റെ ആഗ്രഹം. ആനി വരുന്നത് ആലപ്പുഴ രൂപതയിൽ നിന്നാണ്. ആനിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ ആലപ്പുഴ രൂപതയിലെ മാനാശ്ശേരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ആനി. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപികയാണ്. കഴിഞ്ഞ വർഷവും ഞാൻ ഈ റൗണ്ടിലേക്ക് വന്നതാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത മത്സരാർത്ഥി കൊല്ലം രൂപതയിൽ നിന്നുള്ള ആനി ബ്രിട്ടോ ആണ്. വെൽക്കം ആനി. ഞാൻ ആനി ബ്രിട്ടോ. കൊല്ലം രൂപതയിലെ ശക്തികുളങ്ങര ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൊല്ലം ട്രിനിറ്റി ലൈസിയം സ്കൂളിലെ അധ്യാപികയാണ്. ഞാൻ 4 വർഷമായി ലോഗോസ് എഴുതുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ വരാൻ അവസരം കിട്ടിയത്. ഡി ഗ്രൂപ്പിലാണ് മത്സരിക്കുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം ലിഷ വർഗീസ് ഫ്രം ആലപ്പുഴ രൂപത. എൻ്റെ പേര് ലിഷ വർഗീസ്. ഞാൻ ആലപ്പുഴ രൂപതയിലെ ഹോളി ഫാമിലി ചർച്ച് ചാത്തനാട് നിന്ന് വരുന്നു. ഈ ഒരു റൗണ്ടിലെ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ എത്തുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ബൈബിൾ വായിക്കാനും പഠിക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുമൂലം വളരെയധികം അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിന് ലഭിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയും. സ്വപ്ന മോൾ ടി
സ്വപ്ന വരുന്നത് കോതമംഗലം രൂപതയിൽ നിന്നാണ്. വെൽക്കം സ്വപ്ന. എൻ്റെ പേര് സ്വപ്ന ടി. ഞാൻ കോതമംഗലം രൂപത ഞാറക്കാട് സെൻറ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. തുടർച്ചയായി എല്ലാ വർഷവും ലോഗോസ് ക്വിസ് എഴുതുന്ന വ്യക്തിയാണ് ഞാൻ. ഫൈനലിൽ 2ാം തവണയാണ് പ്രവേശിക്കുന്നത്. ഇവിടം വരെ എത്താൻ എന്നെ പ്രോത്സാഹിപ്പിച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അടുത്ത മത്സരാർത്ഥിയും കോതമംഗലം രൂപതയിൽ നിന്ന് തന്നെയാണ്. റോസ്മേരി ജിജി. എൻ്റെ പേര് റോസ്മേരി ജിജി. ഞാൻ കോതമംഗലം രൂപത കുണിഞ്ഞി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ലോഗോസ് ക്വിസ് 16 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇത് 4ാം പ്രാവശ്യമാണ് ഞാൻ ഈ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. ഇവിടം വരെ എന്നെ എത്തിച്ചത് എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ ഇടവക വികാരി അച്ഛന്മാരും രൂപതയിലെ ഡയറക്ടേഴ്സ് അച്ഛന്മാരുടെയും പ്രോത്സാഹനവും സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടൊന്നു മാത്രമാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ കാറ്റഗറിയിലെ അവസാനത്തെ മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ മത്സരാർത്ഥിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിന് പുറത്തു നിന്ന് കർണാടകത്തിലെ മാണ്ഡ്യ രൂപതയിൽ നിന്നാണ്. നിമ ലിൻഡോ. എൻ്റെ പേര് നിമ. ഞാൻ ബാംഗ്ലൂർ കസവനഹള്ളിയിലുള്ള സെയിന്റ് നോബർട്ട് ചർച്ച് ഇടവകാംഗമാണ്. ബാംഗ്ലൂർ മാണ്ഡ്യ ഡയോസിസിനെ റെപ്രസെന്റ് ചെയ്ത് ഗ്രൂപ്പ് ഡി ഫൈനൽ മത്സരത്തിനായി ഒരുങ്ങുകയാണ്. ബാംഗ്ലൂരിൽ ഹസ്ബൻഡിനോടും 2 മക്കളോടൊപ്പമാണ് താമസിക്കുന്നത്. ഞാൻ IBM എന്ന IT ഇൻഡസ്ട്രിയിലെ ഒരു സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ലോഗോസ് ബൈബിൾ ക്വിസ് എഴുതുന്നത്. സോ ജീവിതത്തിലെ ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വലിയ ദാനങ്ങളായി കണക്കിലാക്കുന്നത് കൊണ്ട് ലോഗോസ് ബൈബിൾ ക്വിസിന് ഇതുവരെ എന്നെ നയിച്ച എല്ലാ വഴികൾക്കും തമ്പുരാനോട് വലിയ നന്ദി പറയുന്നു. ഒപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഇന്ന് ഈ മത്സരത്തിനായി ഒരുങ്ങുന്ന എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മളുടെ ഈ ഒരു മത്സരം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ക്യാപ്റ്റൻ ഹോണറബിൾ ക്വിസ് മാസ്റ്റർ റെവറൻ ഡോക്ടർ ജോളി കരമ്പിൽ. അച്ഛാ, വെൽക്കം. ഫാദർ ജോളി കരമ്പിൽ അച്ഛൻ സെന്റ് മേരീസ് മലങ്കര മേജേഴ്സ് സെമിനാരിയിലെ സിസ്റ്റമാറ്റിക് തിയോളജിയിൽ അധ്യാപകനായി സേവനം ചെയ്യുന്നു. ബൈബിള് വളരെ ആഴത്തിൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അച്ഛനെ ഇന്നത്തെ ദിവസം നമ്മൾക്കൊപ്പം കിട്ടിയതില്. അച്ഛാ, സ്വാഗതം. താങ്ക് യു സോ മച്ച് ആലിസ്. ലോഗോസ് ക്വിസ് 2018 വളരെ സ്നേഹപൂർവ്വം ഈ മത്സരാർത്ഥികളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 13-ാം തിരുവചനം. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അതെനിക്ക് ആനന്ദാമൃതമായി, ഹൃദയത്തിന്റെ സന്തോഷവും. കഴിഞ്ഞ 1 വർഷമായിട്ട് ദൈവത്തിന്റെ ജീവനുള്ള വചനത്തെ കണ്ടെത്തുകയും അവ ഭക്ഷിക്കുകയും ഹൃദയത്തിൽ ആനന്ദം നിറച്ച് വചനത്തിന്റെ ഉത്സവത്തിലേക്ക് നിങ്ങൾ ഇവിടെ ഒന്ന് ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് ബിഗിൻ ലോഗോസ് ക്വിസ് 2018. ലോഗോസ് ക്വിസ് 2018 ആദ്യ റൗണ്ട് മത്സരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആൽഫ റൗണ്ട്. ഈ റൗണ്ടില് 2 സെറ്റ് ചോദ്യങ്ങൾ ഉണ്ടാകും, ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. അതായത് നേരിട്ടുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയുന്നില്ല എങ്കിൽ ആ ചോദ്യം അടുത്ത വ്യക്തിയിലേക്ക് പാസ് ചെയ്യപ്പെടും. നേരിട്ടുള്ള ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക 10 മാർക്കായിരിക്കും. അതല്ല, പാസ് ചെയ്തു വരുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക 5 മാർക്കായിരിക്കും. റെഡിയല്ലേ എല്ലാവരും? സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൽഫ റൗണ്ട്. ലോഗോസ് ക്വിസ് 2018 ഡി ഗ്രൂപ്പിന്റെ ഫൈനൽ മത്സരമാണ് ഇത്. ഏറ്റവും ആദ്യത്തെ റൗണ്ട് ആലിസ് പറഞ്ഞതുപോലെ ആൽഫ റൗണ്ട് ആണ്. ഈ റൗണ്ടിൽ 2 സെറ്റ്സ് ഉണ്ട്. ആദ്യത്തെ സെറ്റ് ക്വസ്റ്റ്യൻസ് ബൈബിളിൽ നിന്നാണ്. അത് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. രണ്ടാമത്തെ സെറ്റ് പഠന ബൈബിളിൽ നിന്നായിരിക്കും. ആദ്യത്തെ സെറ്റ് നമുക്ക് ആരംഭിക്കാം. ഏറ്റവും ആദ്യം അജീത ബാബു എവിടെ നിന്നാണ് വരിക? ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്ന് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാ ഫൈനലില് ഒരാളെങ്കിലും ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്ന് ഉണ്ടാകും. ഒരുപാട് സന്തോഷമുണ്ട്. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുക.
ഇവിടെ വരെ എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെ വലിയൊരു വിജയമാണ്. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അജിത ബാബുവോട് ആദ്യത്തെ ചോദ്യം. ധാന്യങ്ങളും വീഞ്ഞും എണ്ണയും സമൃദ്ധമായി ലഭിക്കത്തക്ക വിധം യഥാസമയം അവിടുന്ന് നൽകുന്നത് എന്ത്? ഇതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, അധ്യായവും വാക്യവും ഏത്? വസന്തകാല വൃഷ്ടിയും ശരത്കാല വൃഷ്ടിയും. വസന്തകാല വൃഷ്ടിയും ശരത്കാല വൃഷ്ടിയും. ഇനി എന്തെങ്കിലും ഉണ്ടോ? അത് മുഴുവനായിട്ട് അത് തന്നെയാണോ? ഇനി അധ്യായം വാക്യവും രണ്ടാമത്തെ ഭാഗം പറയാൻ പറ്റുമോ? അധ്യായം വാക്യം 11-ാം അധ്യായം 14-ാം വാക്യം. 11-ാം അധ്യായം 14-ാം വാക്യം. ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും. അത് കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഭൂമിക്ക് ആവശ്യമായ ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 14-ാം തിരുവചനം. വളരെ ശരിയായ ഉത്തരം. അജിത ബാബു 10 മാർക്സ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ കാണുന്നത് പോലെ ഈ നവരത്നങ്ങളിലെ ഏക പുരുഷ സാന്നിധ്യം നിക്സൺ എ എവിടെ നിന്നാണ്? കൊല്ലം രൂപതയിൽ നിന്ന്. വളരെ നല്ല കാര്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് തയ്യാറാണല്ലോ? ടെൻഷനൊന്നും ഇല്ലല്ലോ? ഇല്ല. രണ്ടാമത്തെ ചോദ്യം. 1-ാം അധ്യായത്തിൽ, നിയമാവർത്തനം 1-ാം അധ്യായത്തിൽ, വളരെ ശ്രദ്ധയോടെ കേൾക്കുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് എന്ന പ്രയോഗം ഏതൊക്കെ വാക്യങ്ങളിൽ കാണാം? ഒന്ന് 11, 1:21. 11-ഉം 21-ഉം. വളരെ ശരിയായ ഉത്തരം. 10 മാർക്സ് നിക്സൺ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അത്ര ഈസി അല്ല. കാരണം ഈ 1-ാമത്തെ അധ്യായത്തിൽ കർത്താവിനെ കുറിച്ച് വളരെ അധികമായ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻസർ 11 and 21. അടുത്ത ചോദ്യം. ഷൈജി ഡെന്നി എവിടെ നിന്നാണ്? തൃശൂർ രൂപതയിൽ നിന്ന്. വളരെ നല്ല കാര്യം. ആദ്യമായിട്ടാണോ ലോഗോസ് ക്വിസിന്റെ ഫൈനലിൽ പങ്കെടുക്കുക? അല്ല. നേരത്തെ പങ്കെടുത്തിട്ടുണ്ട്. വിജയിച്ചിട്ടുണ്ടോ? തേർഡും സെക്കൻഡും കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 3-ാമത്തെ ചോദ്യം. വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് ഇസ്രായേൽ ജനതയോട് മോശ പറയാൻ കാരണമെന്ത്? രണ്ടാമതായിട്ട്, രണ്ടാമത്തെ ഭാഗം, ഈ കാരണം സൂചിപ്പിക്കുന്ന അധ്യായവും വാക്യവും ഏത്? ഒരു 10 seconds. നാലാം അധ്യായത്തില്, നിയമാവർത്തനം 4-ാം അധ്യായം 15-ാം വാക്യം. ചോദ്യത്തിന്റെ കാരണം ആദ്യത്തെ ഭാഗം. നിങ്ങളുടെ ദൈവമായ കർത്താവ്, നിങ്ങൾ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളേൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും അവിടുന്ന് നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് നശിപ്പിച്ചു കളയുകയും ചെയ്യും. അത് ഒരു വാർണിംഗ് ആണ്. പക്ഷേ കാരണം അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി, വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാനുള്ള നിങ്ങളുടെ ദൈവമായ കർത്താവിന് അത് നിന്ദ്യമാണ്. ദൈവമായ കർത്താവിന് അത് നിന്ദ്യമാണ്. നമുക്ക് അതിന്റെ ഒരു ഭാഗം ശരിയാണ്. നിയമാവർത്തനം 4:15 ശരിയായ ഉത്തരമാണ്. പക്ഷെ രണ്ടാമത്തെ ഭാഗത്തിന്റെ ശരിയായ ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചോദ്യം നമ്മൾ പാസ് ചെയ്യുകയാണ്.
4:24. അതിന്റെ ഉത്തരം കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ ഭാഗം എനിവേ, രണ്ടാമത്തെ ഭാഗത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ കാരണം എന്താണ് അങ്ങനെ പറയാനുള്ള? എന്തെന്നാൽ ഞാൻ അസഹിഷ്ണുവായ ദൈവമാണ്. ഓക്കെ, അടുത്ത ആനി ബ്രിറ്റോ. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. വളരെ ശരിയായ ഉത്തരം ആനി ബ്രിറ്റോ. ഉത്തരം നമുക്ക് കാണാം. ഹോറബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. നിയമാവർത്തനം 4:15. ഷൈജി ഡെന്നിക്ക് ആദ്യത്തെ ഭാഗം ഒരു ഭാഗം ശരിയായിരുന്നതുകൊണ്ട് 5 മാർക്സും ആനി ബ്രിറ്റോയ്ക്ക് 5ന്റെ പകുതിയായ 2.5 മാർക്സ്. അടുത്ത ചോദ്യം, ആനി എവിടെ നിന്നാണ് വരിക? ആലപ്പുഴയിൽ നിന്ന്. ആനി ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ടാണോ പങ്കെടുക്കുക? കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നു. ഡി ഗ്രൂപ്പിൽ തന്നെ പങ്കെടുത്തിരുന്നു. ഇനി നമുക്ക് ആനിയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. നിയമാവർത്തന പുസ്തകത്തിനുള്ള 4ാമത്തെ ചോദ്യം, ഏതൊക്കെ കടമകൾ നിർവഹിക്കാനാണ് ദൈവം ലേവി ഗോത്രത്തെ വേർതിരിച്ചത്? ചോദ്യത്തിന്റെ ആദ്യ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം, ഇത് സൂചിപ്പിക്കുന്ന അധ്യായവും വാക്യവും ഏത്? ഉടമ്പടിയുടെ പേടകം വഹിക്കുവാനും അവിടുത്തെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാനും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുവാനുമാണ്. 10ാം അധ്യായം 8ാം വാക്യം. 10ാം അധ്യായം 8ാം വാക്യം. വളരെ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഉത്തരം സ്ക്രീനിൽ ശ്രദ്ധിക്കാം. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കാനും അവിടുത്തെ സന്നിധിയിൽ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കാനും. നിയമാവർത്തനം 10:8. ഫുൾ 10 മാർക്സ് ടു ആനി OL ഫ്രോം ആലപ്പുഴ. വീണ്ടും ആനി രണ്ടാമത്തെ ആനിയാണ് നമ്മുടെ നവരത്നങ്ങളിലെ. എവിടെ നിന്നാണ് ആനി വരിക? കൊല്ലം രൂപതയിൽ നിന്ന്. ഇതേ ലൈനിലെ കൊല്ലം രൂപതയിൽ നിന്ന് രണ്ടാമത്തെ പ്രതിനിധിയാണ് നമുക്ക് ലഭിച്ചിരിക്കുക. ആനി, ആർ യു റെഡി? 5ാമത്തെ ചോദ്യം ആനിയോട്. എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചിരിക്കുകയായിരുന്നു എന്ന് നിയമാവർത്തനം 3ാം അധ്യായം 26ാം തിരുവചനത്തിൽ നാം കാണും. ഇതിന് സമാനമായ പ്രയോഗം നിയമാവർത്തനം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ വേറെ എവിടെയൊക്കെ ഉണ്ട്? അധ്യായ വാക്യങ്ങൾ ഏവ? 1ാം അധ്യായം 37ാം വാക്യത്തിൽ കാണുന്നുണ്ട്. 4ാം അധ്യായം 21. That's the right answer. ആനി ബ്രിറ്റോ വളരെ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഉത്തരം ശ്രദ്ധിക്കാം. 1:37. നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചു. 4ാം അധ്യായം 21ാം തിരുവചനം, നിങ്ങൾ മൂലം കർത്താവ് എന്നോട് കോപിച്ചു. മോശ തന്റെ സങ്കടം പറയുകയാണ് ജനത്തോട്. അത് 3 തവണയാണ് മോശ പറയുക. നമുക്ക് പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിച്ചു. ഇനി 6ാമത്തെ ചോദ്യം, ലിഷ വർഗീസ് ഫ്രോം ദ ഡയസിസ് ആലപ്പുഴ ഡയസിസിൽ നിന്ന് തന്നെ വീണ്ടും രണ്ടാമത്തെ ഒരു പ്രതിനിധി ലിഷ വർഗീസ്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം ഇസ്രായേലിന്റെ എന്തെല്ലാമാണ് ആശീർവദിക്കാൻ പോകുന്നത്? 1ാമത്തെ ഭാഗം. 2ാമത്തെ ഭാഗം, അധ്യായവും വാക്യവും ഏത്? ധാന്യം, വീഞ്ഞ്, എണ്ണ, കന്നുകാലികൾ, ആട്ടിൻപറ്റങ്ങൾ. 2ാമത്തെ ഭാഗം. ആവർത്തനം 7ാം അധ്യായം 13ാം വാക്യം. നിയമാവർത്തനം 7ാം അധ്യായം 13ാം വാക്യം നമുക്ക് സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ധാന്യം, വീഞ്ഞ്, എണ്ണ, കന്നുകാലികൾ, ആട്ടിൻപറ്റം. നിയമാവർത്തനം 7:13. വളരെ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ലിഷ വർഗീസിന് 10 പോയിന്റ്സ് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലാകുന്നത് 1ാമത്തെ റൗണ്ടിൽ തന്നെ വചനം ശരിക്ക് ഭക്ഷിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുക. എല്ലാം വളരെ നല്ല രീതിയിൽ പഠിച്ചിരിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടെ നമുക്ക് വീണ്ടും അടുത്ത മത്സരാർത്ഥിയിലേക്ക് കടക്കാം. സ്വപ്ന മോൾ ഏത് രൂപത? കോതമംഗലം രൂപതയിൽ നിന്ന് സ്വപ്ന മോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. 7ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് പ്രവേശിക്കാം.
സ്വർണ നിർമ്മിത കാളക്കുട്ടിയെ മോശ എന്ത് ചെയ്തു? ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം അധ്യായവും വാക്യവും ഏത്? അഗ്നിയിൽ ദഹിപ്പിച്ചു, അതിനെ തച്ചുടച്ച് കഷ്ണങ്ങളാക്കി, വീണ്ടും പൊടിച്ച് ധൂളിയാക്കി, മലയിൽ നിന്ന് ഒഴുകി വരുന്ന അരുവിയിൽ ഒഴുക്കിക്കളഞ്ഞു. അധ്യായവും വാക്യവും. ഒമ്പതാം അധ്യായം 24 വാക്യം. 9-ാം അധ്യായം 24-ാം വാക്യം എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഇനി ഈ ചോദ്യം അതിന്റെ പൂർണ്ണത ലഭിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ഭാഗം ശരിയായി തന്നെ പറഞ്ഞിരിക്കുന്നു, പക്ഷെ രണ്ടാമത്തെ ഭാഗത്തിൽ അത് ഇച്ചിരി പൂർണ്ണത കൈവരിക്കാനുണ്ട്. അതുകൊണ്ട് ശരിയായ ഉത്തരത്തിന് വേണ്ടി റോസ് മേരി ജിജിയിലേക്ക് ഈ ചോദ്യം പാസ് ചെയ്യുകയാണ്. നിയമാവർത്തനം 9:21. നിയമാവർത്തനം 9:21 വളരെ ശരിയായി പറഞ്ഞിരിക്കുന്നു. ഈ ചോദ്യത്തില് സ്വപ്ന മോൾ ആദ്യത്തെ ഭാഗം പൂർണ്ണമായിട്ട് പറഞ്ഞതുകൊണ്ട് 5 പോയിന്റ്സ്, പിന്നെ അധ്യായം വളരെ കൃത്യമായിരുന്നതുകൊണ്ട് അതിന് 2.5 പോയിന്റ്സ്. പക്ഷേ വാക്യം തെറ്റിപ്പോയി. വാക്യത്തിൽ നിന്ന് പാസ് ചെയ്യുമ്പോൾ 1.25 പോയിന്റ്സ് റോസ് മേരി ജിജി കരസ്ഥമാക്കിയിരിക്കുന്നു. അഗ്നിയിൽ ദഹിപ്പിച്ചു, തച്ചുടച്ച് ചെറിയ കഷ്ണങ്ങളാക്കി. ചെറിയ എന്ന വാക്ക് വിട്ടിരുന്നു എങ്കിലും സാരമില്ല, മൊത്തത്തിൽ കറക്റ്റ് ആയിരുന്നുകൊണ്ട് വീണ്ടും പൊടിച്ച് ധൂളിയാക്കി മലയിൽ നിന്ന് ഒഴുകി വരുന്ന അരുവിൽ ഒഴുക്കിക്കളഞ്ഞു. 9:21. എട്ടാമത്തെ ചോദ്യം റോസ് മേരി ജിജി. എവിടെയൊക്കെ വെച്ചാണ് ഇസ്രായേല്യർ കർത്താവിനെ പ്രകോപിപ്പിച്ചത്? രണ്ടാമത്തെ ഭാഗം അധ്യായവും വാക്യവും ഏത്? തബേറ, മാസ, കിബ്രോത്ത് ഹത്താവ. നിയമാവർത്തന പുസ്തകം 9-ാം അധ്യായം 22-ാം വാക്യം. നിയമാവർത്തനം 9:22 തബേര, മാസ, കിബ്രോത്ത് ഹത്താവ. നിയമാവർത്തനം 9:22. ഇനി ഇത് കൂടാതെ വേറെ എവിടെയെങ്കിലും ഉണ്ട് എന്ന് ചിന്തിച്ചു നോക്കാമോ? ഹോറബിൽ വെച്ച് പോലും കോപിപ്പിച്ചു. അതിന്റെ വചനം പറയാൻ സാധിക്കുമോ? 9-ാം അധ്യായം 8-ാം വാക്യം. ഇൻക്രെഡിബിൾ, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഇതും വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം സാധാരണത്തിൽ തബേര, മാസ, കിബ്രോത്ത് ഹത്താവ ശ്രദ്ധിക്കുമെങ്കിലും രണ്ടാമത്തെ ഭാഗം ഹോറബ് വെച്ച് പോലും കർത്താവിനെ പ്രകോപിപ്പിച്ചു എന്നെടുത്ത് പറയുന്ന ഈ വചനം കൂടി ശ്രദ്ധിച്ചിരിക്കുന്നു. റോസ് മേരി ജിജി അഭിനന്ദനങ്ങൾ. 10 മാർക്സ് കരസ്ഥമാക്കിയിരിക്കുന്നു. ഇതാണ് ഉത്തരം. ഹോറേബ് നിയമാവർത്തനം 9:8, തബേര, മാസ, കിബ്രോത്ത് ഹത്താവ നിയമാവർത്തനം 9:22. ആൽഫ റൗണ്ടിന്റെ ഒന്നാമത്തെ സെറ്റിലെ അവസാനത്തെ ചോദ്യം 9-ാമത്തെ രത്നമായ നിമ ലിൻറ്റോയോട് ചോദിക്കുകയാണ്. നിമ എവിടെ നിന്നാണ് വരിക? ഞാൻ ബാംഗ്ലൂർ മാണ്ഡ്യ ഡയോസിസിൽ നിന്ന് വരുന്നു. മാണ്ഡ്യ ഡയോസിസിൽ നിന്ന്, കേരളത്തിന് പുറത്തുനിന്നുള്ള ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ്. വളരെ സന്തോഷമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? കുഴപ്പമില്ല. ആദ്യത്തെ അനുഭവം. ആദ്യമായിട്ടാണ് പങ്കെടുക്കുക. ദൈവത്തിന്റെ കൃപയാൽ ഇവിടെ വരെ എത്തിച്ചേരാൻ സാധിച്ചു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. 9-ാമത്തെ ചോദ്യം. നിയമാവർത്തനം 3-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വചനങ്ങൾക്ക് സമാനമായ വചനഭാഗങ്ങൾ. സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. നിയമാവർത്തനം 32-ാം അധ്യായം 48 മുതൽ 52 വരെയുള്ള വചനങ്ങൾ. വളരെ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു നിമ ലിൻറ്റോ. അരങ്ങേറ്റം ഗംഭീരമാക്കിയിരിക്കുകയാണ്. ഫുൾ 10 മാർക്സ് ആണ് നിമയ്ക്ക് ലഭിക്കുക. സംഖ്യയുടെ പുസ്തകം 27 12 മുതൽ 14, നിയമാവർത്തനം 32 48 മുതൽ 52 വരെയുള്ള വചനങ്ങൾ. ഇതോടുകൂടെ നമ്മുടെ ആദ്യത്തെ സെറ്റ് അവസാനിക്കുകയാണ്. ലോഗോസ് ക്വിസ് 2018 ഡി വിഭാഗത്തിന്റെ ആദ്യ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. എല്ലാവരും വളരെ ആവേശകരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതിന്റെ തുടർഭാഗങ്ങൾ കാണാൻ നിങ്ങൾ കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഏവർക്കും ശുഭാശംസകൾ നേരുന്നു. താങ്ക് യു. മത്തായി 13-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവരിൽ നിന്ന് എടുക്കപ്പെടും. ഇവിടെ ഉള്ളവൻ ഇല്ലാത്തവൻ എന്നതുകൊണ്ട്
എന്താണ് അർത്ഥമാക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടുകൂടി കർത്താവിനെ ഭയപ്പെടുക. വെളിപാട് പുസ്തകം 11-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ സൂചിപ്പിക്കപ്പെടുന്ന പഴയ നിയമ വ്യക്തികൾ ആരെല്ലാം? പഴയ നിയമത്തിൽ ഇത് എവിടെ പരാമർശിക്കുന്നു?